ഇതിലും എളുപ്പത്തിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ പറയാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച പേസ്റ്റും കൂടെ ഇട്ടിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും കൂടി ഇളക്കി യോജിപ്പിച്ച് മിനിമം 2 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. റൈസിന് വേണ്ടിയിട്ട് ഞാൻ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. കൈമ അരി 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് 30 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ഇനി ഒരു പ്രഷർ കുക്കർ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ കുറച്ച് ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 2 സ്റ്റാർ അനീസ് ഇത്രയൊന്ന് വഴറ്റിയിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. 3 കപ്പ് വെള്ളം 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 3 കപ്പ് അരി ആയതുകൊണ്ടാണ് 3 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്. ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. അതിൻ്റെ മേളിൽ നമ്മൾ തിളച്ച വെള്ളം പതിയെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അന്നേരം നമുക്ക് കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.